ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 47-48 വാക്യങ്ങൾ. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദുപുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ലൂക്കോസ് സുവിശേഷത്തിൽ ഒരു കുരുടൻ എന്നും മർക്കോസ് സുവിശേഷത്തിൽ തിമായിയുടെ മകൻ ബർത്തിമായി എന്നും നാം വായിക്കുന്നുണ്ട്. യേശു കടന്നു പോകുന്ന ഒരാരവം വഴിയിൽ ഭിക്ഷ അയച്ചിരുന്ന ഈ ബർത്തിമായി കേട്ടു. എന്താണ് ഈ ആരവം ജനക്കൂട്ടം എന്ന് അന്വേഷിച്ചപ്പോൾ യേശു കടന്നു പോകുന്നു എന്ന് ഒരു ശബ്ദം തനിക്ക് കേട്ടു. ഉടൻ തന്നെ മറ്റാരെയും വകവയ്ക്കാതെ യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം മറ്റുള്ളവർ അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. യേശു കടന്നു പോകുന്നു, നീ മിണ്ടാതിരിക്കണമെന്ന് അവനോട് പറഞ്ഞു, ശാസിക്കുകയാണ്. മറ്റുള്ളവരുടെ ശാസന കേൾക്കുകയോ ജനത്തിന്റെ തിരക്ക് ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവൻ കർത്താവിനെ ഉറച്ച് വിളിക്കുകയാണ്. ആ വിളിയിങ്കൽ യേശു നിന്നു. മിണ്ടാതിരിക്ക എന്ന് അവനോട് കൽപ്പിച്ച അതേ ശിഷ്യന്മാരെ കൊണ്ട് യേശു അവനെ തന്റെ അടുക്കിലേക്ക് നയിച്ചു. ഉടൻ തന്നെ യേശു അവനെ സൗഖ്യമാക്കുകയും ചെയ്തു. മറ്റുള്ളവരെ ഭയന്നോ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടു ഒരിക്കലും നാം കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട യാതൊരു അനുഗ്രഹങ്ങളും നഷ്ടമാകാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇവിടെ അവൻ കുരുടനാണ്, അവനൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ആരാണ് ഇങ്ങനെ കടന്നു പോകുന്നത്, എന്താണ് ഈ ആരവം എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ്, അവൻ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് യേശുവാണ് കടന്നു പോകുന്നത്. ആ സമയം ബുദ്ധിപൂർവ്വം അവൻ തക്കത്തിൽ ഉപയോഗിക്കുക. തിരുവഴുത്തമ്മയെ പഠിപ്പിക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആ സമയം തക്കത്തിൽ അവൻ ഉപയോഗിച്ചു. യേശുവേ ദാവീദുപുത്ര എന്ന് നിലവിളിച്ചു. ആളുകൾ മിണ്ടാതിരിക്കാൻ അവനെ ശാസിച്ചെന്നാ വായിക്കുന്നു. പക്ഷേ അവൻ ആ ശാസന ഒന്നും വിഷയമല്ല. ജനത്തിന്റെ ബാഹുല്യമൊന്നും അവന് പ്രശ്നമല്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വിരോധമായി ആര് നമ്മെ വിലക്കിയാലും നാം മൗനമായിരിക്കരുത്. നാം ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുവാൻ ഉത്സാഹിക്കും. ഇവന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അവന്റെ ആയുസ്സിൽ അന്ന് വരെ ലഭിക്കാത്ത ഒരു ദൈവപ്രവൃത്തി, അവന്റെ ആയുസ്സിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ അവനെ കാണുവാൻ കഴിഞ്ഞത് കർത്താവ് അവനെ സ്പർശിച്ചപ്പോഴാണ്, ദൈവം അവനെ സൗഖ്യമാക്കിയപ്പോഴാണ്. തടസ്സങ്ങൾ ഒത്തിരി ഉണ്ട്, നമുക്കറിയാം. കർത്താവിന്റെ ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചിട്ടുള്ളതാണ്, ശിഷ്യന്മാർ കർത്താവിനെ പല വിഷയത്തിൽ, കർത്താവിന്റെ അടുക്കലേക്ക് വരുന്ന ആളുകളെ പല വിഷയത്തിൽ തടഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ശിശുവുമായി വന്നവരെ ശിഷ്യന്മാർ തടഞ്ഞു. അപ്പോഴാണ് യേശു പറഞ്ഞത്, ശിശുക്കളെ വരുവാൻ വിടുവീൻ, ദൈവരാജ്യം ഇങ്ങനെയുള്ളതല്ലോ എന്ന് പറഞ്ഞു അവരെ അനുഗ്രഹിക്കും. ഒരിക്കൽ യേശു തന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നു, നിനക്കങ്ങനെ അരുതേ, ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ആർക്ക് കഴിയും? ഒരു പുരുഷാരത്തിനും അവന്റെ നിലവിളിയെ തടയുവാൻ കഴിഞ്ഞില്ല. അവനെ ശാസിക്കുന്നവർക്ക് ആർക്കും അവന്റെ നിലവിളിയെ തടയുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ പ്രാർത്ഥനയെ തടയുവാൻ ആർക്കും കഴിയില്ല. നാം നിലവിളിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ
തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ദൈവത്തിന്റെ കരം നമുക്ക് അനുഭവിച്ച് അറിയുവാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.